വല്ല പെണ്ണ് കാണാൻ പോവാണോ അത് ഈ നേരത്ത്? പൊട്ടിയടിച്ചതൊന്നും അറിയാൻ പറ്റൂല ഏട്ടാ, ശിവ അവനെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ഷർട്ടിന്റെ കൈ കയറ്റിക്കൊണ്ട് ദേവി രൂക്ഷമായി ശിവയെ നോക്കി. എന്താ നീ പറഞ്ഞത്? പെണ്ണ് കാണാനോ? ഓളൊരു കോപ്പിലെ പൊട്ടി. ദേവ പുച്ഛിച്ചു നിന്നു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ നേരത്ത് കാണാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞത്? ഞാൻ കൂടെ പോന്നാലോ? എനിക്ക് പൊട്ടി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ശിവൻ വിട്ടുകൊടുത്തില്ല. ഒന്ന് പോയിടി അവിടെ നിന്ന്. നിന്റെ ഊഞ്ഞ ഹെൽപ്പൊന്നും ദേവജത്തിന് വേണ്ടട്ടോ. വെറുതെ നിന്നിട്ടാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയില്ല നിനക്ക്. ഒന്നും രണ്ടും പറഞ്ഞ് ഇരുവരും തമ്മിൽ കോയിപ്പോര് തുടങ്ങി. ഇതിനിടയിൽ ദേവിന്റെ കയ്യിൽ നിന്നും ശിവയ്ക്ക് അടിയൊക്കെ കിട്ടി. അമ്മ എന്ന് വിളിച്ചലറി ശിവ ദേവിന്റെ നടപ്പുറം കടപ്പുറമാക്കാൻ ചെറിയൊരു ശ്രമം നടത്തി. അപ്പോഴേക്കും അച്ഛൻ്റെ നിഴൽ കോലായിൽ പ്രത്യക്ഷപ്പെട്ടതോടെ രണ്ടുപേരും നല്ല കുട്ടികളായി. പാലാക്കുറിശിയിലേക്ക് ദേവ് വരില്ലെന്നാണ് അച്ഛൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലും അവന്തിക എന്ന കരിനാഗത്തെ മറക്കാൻ ദേവ് തയ്യാറാവില്ലെന്ന് നേരത്തെ അവൻ്റെ സംസാരത്തിൽ നിന്നും അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. പാലാക്കുറിശിയിലെത്തിയാൽ അവന്തികയ്ക്കെതിരെ പൂജ ചെയ്യണം. അവന്തികയുടെ ജീവൻ ഭീഷണിയായ ആ പൂജ ദേവ് ചെയ്യില്ലെന്ന് അയാൾ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അച്ഛൻ നമ്പൂതിരിക്ക് കഴിഞ്ഞിരുന്നില്ല. തൻ്റെ മകനാണവൻ. തന്നേക്കാളേറെ വീറും വാശിയും കൂടുതലാണ് അവന്. കോലായിൽ വസ്ത്രം മാറി നിൽക്കുന്ന ദേവിനെ അച്ഛൻ സംശയത്തോടെ നോക്കി. നീ പോരുന്നുണ്ടോ എന്ന മട്ടിൽ. ഇനിയും മകന്റെ കാല് പഠിക്കാൻ താനൊരുക്കമാണ്. പക്ഷെ ശിവ കാണും. ദേവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ശങ്കരൻ വന്നു. വണ്ടി വന്നു എന്ന് പറഞ്ഞതും ദേവിനെ നോക്കാതെ അച്ഛൻ മുന്നിലേക്ക് നടന്നു. അടുക്കള ഭാഗത്തേക്ക് നോക്കി അച്ഛൻ ഓപ്പോളയും അമ്മയും വിളിക്കുന്നതും കണ്ട് ദേവ് നിന്നു. യാത്ര പറഞ്ഞ് തന്നെ നോക്കാതെ നടക്കുന്ന അച്ഛനെ നോക്കി ദേവ് പുഞ്ചിരിച്ചു. തന്നെ നോക്കി ആശങ്കയോടെ നിൽക്കുന്ന അമ്മയെയും മൂപ്പോളയും നോക്കി തലയാട്ടിക്കൊണ്ട് അവനും അച്ഛന് പിറകെ നടന്നു. പോകുന്ന പോക്കിൽ ശിവയെ ഒരു തട്ട് കൊടുക്കാനും ദേവ് മറന്നില്ല. പടിപ്പുരെത്താറായതും അച്ഛനെ പിന്നിലാക്കി ദേവ് മുന്നിലേക്ക് നടന്നു. ഞാൻ കൂടി പിറകിലുണ്ടെന്ന് അറിഞ്ഞോട്ടെ. അല്ല പിന്നെ, മനുഷ്യന്റെ സമയം കളൻ ഓരോ അടുപ്പിലെ പണി കൊണ്ട് വന്നോളും. അച്ഛനായി പോയി, ഇല്ലെങ്കിൽ കാല് വരെ നിലത്തടിച്ചേനെ. ഉണ്ണിയേട്ടാ വേഗം കെട്ടിത്താ, എന്നിട്ട് വേണം എനിക്കൊന്ന് ആടാന്. ഗൗരി കലവില കൂട്ടി അവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പേരിനൊരു ഊഞ്ഞാൽ പഠിച്ചു വെച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് ഓടി. മുറിയിലെത്തിയ പാടെ നിലത്തേക്ക് തളർന്നിരുന്നു. പറഞ്ഞത് മുഴുവൻ ഗൗരി കേട്ട് കാണുമോ? കേട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ മുഖം പോലും മാറാതിരിക്കുമോ? ഭയത്തിന്റെ നിഴൽപ്പാട് പോലും അവളെ മുഖത്ത് കണ്ടില്ലല്ലോ. ഉണ്ണി ആകെ ധർമ്മസങ്കടത്തിലായി. ഇതുവരെയും എങ്ങനെ പറയുമെന്നും ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാവട്ടെ അറിഞ്ഞു എന്നുള്ള ശങ്കയും. ഈശ്വര, ഒരു വഴി കാണിച്ചുകൊണ്ട് തലയിൽ കൈവച്ച് ചുവരിൽ ചാരിയിരുന്നതും പുറത്തുനിന്നും ഉച്ചത്തിലുള്ള നിലവിളി അവന്റെ കാതുകളിൽ വന്ന് പതിച്ചു. എന്താണെന്ന് തിരിച്ചറിയും മുന്നേ ഉണ്ണി പുറത്തേക്ക് ഓടി. ഗൗരിയുടെ ശബ്ദമാണോ അത്? അവൻ സ്വയം ചോദിച്ചു. ഓടി വന്ന് മാവിൻ ചുവട്ടിലേക്ക് കണ്ണോടിച്ച് നിൽക്കുമ്പോഴാണ് മീനാക്ഷി ചെറിയമ്മയും ഭാഗ്യേട്ടത്തെയും അപ്പുറത്തേക്ക് ഓടുന്നത് കണ്ടത്. എന്തപ്പുണ്ടായത് എന്ന് കുത്തിക്കലങ്ങാതെ നിൽക്കുമ്പോഴാണ് പൊട്ടി വീണ ഊഞ്ഞാല അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ദേവി, എന്റെ ഗൗരി! കാലിനു ചലനമില്ലാതെ ഉമിനീരും മറ്റും തൂണിലും പിടിച്ചു നിൽക്കുമ്പോഴാണ് ഗൗരി അവർ അകത്തേക്ക് കൊണ്ടുവന്നത്. പാറപ്പുറത്ത് ഒട്ടിച്ചു വെച്ച പോലെ കിടക്കുകയായിരുന്നത്രേ. പാവം. അവളെ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ അവൻ വിഷമിച്ചു. ചിരിച്ചാൽ ഗൗരി തന്റെ എല്ലൂരിയെടുത്ത് കഷായം വെക്കും. ഉണ്ണിയെ കണ്ടപാടെ ഗൗരി അവനെ നോക്കി പല്ലുറുമി. ഊഞ്ഞാലാണ് കെട്ടിത്തരാൻ പറഞ്ഞത്, അല്ലാതെ കൊലക്കയറല്ല. കുഞ്ഞിട്ടാണെങ്കിൽ പൊരിഞ്ഞ ചിരി. എന്തൊക്കെയായാലും ഗൗരിയച്ചി ഫസ്റ്റ് ഒന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ആടിയതാണ്. പിന്നെ നോക്കുമ്പോൾ ആളെ കാണാനില്ല. തൃശ്ശൂർ പൂരം പോലെയല്ലേ ഊഞ്ഞാല് പൊട്ടിയത്. മാവ് കൊമ്പ് പെടാൻ നിന്ന് ഭാഗ്യം. അപ്പോഴേ പറഞ്ഞതാ ഈ തടിയും വെച്ച് ആടാൻ നിൽക്കണ്ടെന്ന്. അമ്മ, എനിക്ക് നടുവേദനിക്കുന്നു. ഉണ്ണിയേട്ടൻ മനപ്പുറവും കാണിച്ചതാണ്. ഗൗരി കരയാൻ തുടങ്ങി. ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തതിന്റെ പേരിൽ ഉണ്ണിക്ക് കിട്ടിയ അമ്മയുടെ അടുത്ത് നിന്ന്. അപ്പോഴത്തെ അവസ്ഥയിൽ കയർ ലേശം ഒന്ന് മുറുക്കാൻ മറന്നുപോയി. അതാണ് സംഭവിച്ചത്. വല്യമാമയും കുട്ടുമാമയും കൂടി ഉണ്ണിയേട്ടനെ വഴക്ക് പറഞ്ഞ് കൊല്ലുന്നത് കണ്ടപ്പോഴാണ് ഗൗരിയുടെ കലി അടങ്ങിയത്. എന്നെ വീട്ടിക്കെടുത്തി ആരും രണ്ടു കാലിൽ നടക്കണ്ട. ഉണ്ണിയേട്ടൻ ഊഞ്ഞാൽ ശരിയാക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുഞ്ഞിട്ടന്റെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ ഗൗരി ഞൊണ്ടി ഞൊണ്ടി അകത്തേക്ക് കയറിപ്പോയി. ഓ അമ്മേ, എന്തൊരു വീഴ്ച! ആ വീരപ്പൻ ജന്തു വല്ല ശത്രുസമാര പൂജയും ചെയ്തോ? പറയാൻ പറ്റില്ല. ദുർവാസാവിന്റെ അവതാരമാണ്. നോക്കി ദഹിപ്പിക്കുന്ന ഐറ്റം, നോക്കി ഗർഭം ഉണ്ടാക്കും. കാലമാട് വയക്കാളി. രാവിലെ തന്നെ അമ്പലത്തിൽ പോണം. അവന്റെ ദേവിസായ അത്യാവശ്യമാണ്. ഇപ്പൊ വയ്യ. നടും കുത്തി വീണിട്ട് എന്തൊരു സുഖം അമ്മേ. ഓ, എന്തായാലും ആ കീടാണുവിൽ നിന്നും ഈയുള്ളോളെ കാത്തോളണേ. അവൾ കട്ടിലിൽ കിടന്നു. അവൻ ഇപ്പോഴും ഈ കിടത്തം കിടക്കുന്നുണ്ടാവും. പാവം. നടുവിന് എന്തേലും പറ്റിയോ? നല്ല വേദന ആണല്ലേ. നല്ലോണം പറ്റണം. അവന് എന്നെ തോണ്ടാൻ വന്നിട്ടല്ലേ.
ഇനി എൻ്റെ മരണം അവൻ്റെ കൈകൊണ്ടെങ്ങാനാവുമോ? അതാണോ മരണം അടുത്തു എന്ന് പറയുന്നത്? അവൾ പുറത്തേക്ക് നോക്കി കിടന്നു. ഉണ്ണേട്ടനോട് എങ്ങനെ അതൊന്ന് ചോദിക്കുക? എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയിലൂടെ ചോദിക്കണം. അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. ട്രിസന്റെ നേരത്ത് പാലാകുറിശി മനയിലേക്ക് 2 അതിഥികളും വന്നെത്തി. പൂന്താനം തിരുമേനി, മകൻ ദേവജിത്തും. സന്ധ്യ കഴിഞ്ഞാണ് യാത്രയെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്ര നേരം വരെ കാത്തിരിക്കാൻ പൂന്താനം നമ്പൂതിരിക്കായില്ല. ഡോറ് തുറന്നിറങ്ങിയ നമ്പൂതിരി സംശയമൊന്നും കൂടാതെ മനയിലേക്ക് കയറിപ്പോയി. ദൈവാണെങ്കിൽ ആദ്യമായാണ് അവിടം വരുന്നത്. ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും പരിചയമുള്ള മുഖമൊന്നും അവൻ കണ്ടില്ല. ആരൊക്കെയോ വന്ന് സംസാരിച്ച് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിലും ദേവ് തലയോർത്തി ഗൗരവത്തോடு നിന്നു. മീശയും പിരിച്ച് മുണ്ടുമടക്കി കുത്തി ആരെയും കൂസാതെയുള്ള ദീപിന്റെ നൃത്തം കണ്ട് മനയിലുള്ളവർ ഇത് ഏത് റൗഡി എന്ന മട്ടിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഗൗരിയുടെ ഊഞ്ഞാൽ മുറുക്കുന്നതിനിടെയാണ് ഉമ്മറത്ത് അവൻ വന്നിറങ്ങുന്നത്. ഊഞ്ഞാൽ അവിടെ ഇട്ട് ഉണ്ണി അവർക്കടുത്തെത്തിയപ്പോഴേക്കും തിരുമേനി അകത്തേക്ക് കയറിപ്പോയിരുന്നു. ദേവിനെ കൂട്ടിക്കൊണ്ടുവരാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവൻ കാറിനടുത്തേക്ക് നടന്നു. തന്നെ ഗുണ്ടാലുക്കിൽ വരുന്ന ദേവിനെ കണ്ട് ഉണ്ണിയുടെ കണ്ണുകളൊന്ന് ഇടുങ്ങി. അടുത്ത നിമിഷം വികസിച്ചു. കാണുന്ന യാഥാർത്ഥ്യമാണോ എന്നറിയാതെ അവൻ ഒരു നിമിഷം തിരിച്ചു നിന്നു. അതേസമയം ദേവും ഇതേ മാനസികാവസ്ഥയിലായിരുന്നു. ഈ മുഖം എവിടെയോ കണ്ട പോലെ. ഡാ 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 പൊടുന്നനെ ദേവിന്റെ മുഖത്ത് ചിരി വിടർന്നു. നീയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ദേവ് ഉണ്ണിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. പെണ്ണെ കെട്ടിപ്പിടിക്കലോ ഉമ്മ വയ്ക്കലോ അതേമാതിരി കൊച്ചു പിള്ളേരെ സെൻഡ് ഓഫ് പരിപാടി പോലെ സംഗതി ആകെ കൂടി ചോറായി. ഈ ഗുണ്ട ഉണ്ണിയുടെ കൂട്ടുകാരനാണോ? കണ്ടു നിൽക്കുന്നവരുടെ മുഖത്ത് നവരസങ്ങൾ മിന്നിമറഞ്ഞു. പുറത്തുനിന്നും ശബ്ദം കേട്ട് ഗൗരി ജയിലിലൂടെ പുറത്തേക്ക് നോക്കി. അവ്യക്തമായി കാണുന്നുള്ളെങ്കിലും ആരെ ഉണ്ണിയുടെ മേൽ കയറിയിരിക്കും പോലെ അവൾക്ക് തോന്നി. ഇതെന്താ വല്ല മരവുമാണ് പറ്റിപ്പിടിച്ച് കയറാൻ? ഞാൻ ആ കൂപ്പിനോട് മുണ്ടൂല. എന്നെ കൊണ്ടേ ഉന്തി തള്ളി ഇട്ടില്ലേ? ആര് വന്നാലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. അവൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല. രാത്രി നടുവേദന കാരണം ഗൗരി റൂമിൽ നിന്നും പുറത്തു പോയില്ല. രാത്രി കുഞ്ഞിട്ട് റൂമിലേക്ക് വന്നപ്പോൾ അവൾ വൈകുന്നേരം വന്ന ആളെ പറ്റി ചോദിച്ചു. ഒരു ഗ്ലാമർ ചാട്ടയാണ് ചേച്ചി, കിസ് പാക്ക് ഒക്കെ ഉണ്ട്. തൻ്റെ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് കുഞ്ഞിട്ടൻ പറഞ്ഞു. കിസ് പാക്ക് അല്ല പോട്ടാ, ഫിസ് പാക്ക്. ജിമ്മനാണ്ടല്ലേ? ഗൗരി കിടന്നിടത്ത് നിന്ന് എണീറ്റിരുന്നു. ചേച്ചിയുടെ ആരാധന പുരുഷൻ വരുൺ ചേട്ടന്റെ അതേപോലെ കട്ടത്താടി, മുടിയാണെങ്കിൽ പറയും വേണ്ട, മൊത്തത്തിലൊരു ബാഹുബലി. വരുൺ ചേട്ടനെ പോലെയോ? ഇവരാള് കൊള്ളാലോ. വായ നോക്കാൻ പറ്റിയ ഇനും വല്ലതാണോ? ഗൗരിയിലെ ഗിരിരാജ കോയി മെല്ലെ തല പൊക്കി തുടങ്ങി. എന്നൊന്ന് കാണുക തന്നെ വേണമല്ലോ. ഇത്ര അടുത്ത് വന്നിട്ട് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഗൗരിക്ക് അപമാനം ഉണ്ടാവുന്ന കാര്യമല്ലേ? ആദ്യം വായനോട്ടം, പിന്നെ ഉറക്കം. ആളെവിടെയാണാവോ? നീ എവിടെയാ കണ്ടത് കുഞ്ഞുട്ട? ഗൗരി അവന് നേർക്ക് തിരിഞ്ഞു. അവർ കഴിക്കാനിരുന്നേച്ചി. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണമായിരുന്നു അമ്മ പറയുന്നത് കേട്ടിരുന്നു. ഏച്ചി എന്റെ കൂടെ ഒരു സ്ഥലം വരെ പോരുന്നു. എവിടേക്ക്? ഗൗരി സംശയത്തോടെ അവനെ നോക്കി. മുല്ലപ്പൂമുട്ടുകൾ അറുത്ത് വെക്കാൻ. ചേച്ചിക്ക് നല്ല ധൈര്യമില്ലേ? നമ്മൾക്ക് പോയി നോക്കിയാലോ? നീ എന്താ പെൺകുട്ടിയാണോ മുല്ലപ്പൂക്ക് ചൂടി നടക്കാൻ? എനിക്കല്ല ചേച്ചി, ചേച്ചിക്കാണ്. നാളെ അമ്മക്ക് അമ്പലത്തിൽ പോണ്ടേ? അപ്പൊ സുന്ദരി ചേച്ചിയായിട്ട് പോകണം. ഓഹോ, അപ്പൊ എന്നെ സുന്ദരിയാക്കാനാണോ? കൂലിപ്പണിക്കിറങ്ങുമ്പോൾ ഇച്ചിരി സുഗന്ധം നല്ലതാ, എന്നാലല്ലേ പെട്ടെന്ന് വശീകരിക്കാൻ പറ്റൂ. അവനോടല്ല ആത്മയാണ് കേട്ടോ. ചേച്ചി എന്തേ ആലോചിക്കണേ? വരുന്നുണ്ടേ വായോ. അവിടെ പോയ ചേച്ചി അകത്തേക്ക് വരില്ല, അത്ര മനോഹരാണ്. കുഞ്ഞിട്ടും തിരക്ക് കൂട്ടി. നടക്ക്. എന്നാല് മേലുവേദനയായിട്ട് നടക്കാൻ തീരെ ആഗ്രഹമില്ല. എന്നാലും കുഞ്ഞിട്ടും വിളിക്കുമ്പോൾ പോവാതിരിക്കാനും തോന്നുന്നില്ല. ഒടുവിൽ അവൻ്റെ കൂടെ അവൾ പോയി. വടക്കിന് ഭാഗത്തെ മൂത്ത മാവിന്മേൽ പടർന്നു പിടിച്ച മുല്ലയുടെ മനം മയക്കുന്ന സുഗന്ധം അകത്തേക്ക് പോലും മലയടിക്കുന്നു. മുറിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഗൗരിയുടെ നാസികയിലേക്ക് ആ നനുത്ത ഗന്ധം അടിച്ചു കയറി. ശരീരം പരക്കെ ആ സുഗന്ധം രക്തവുമായി അലിഞ്ഞു ചേരുന്ന സുഖത്തിൽ ഒരു നിമിഷം അവൾ കണ്ണുകൾ അടിച്ച് ലയിച്ചു നിന്നു. അവൾ അറിയാതെ അവളുടെ കാലുകൾ അങ്ങോട്ട് ചലിച്ചു. വെള്ളിക്കുലിസ് കെട്ടിയ കാൽ വെള്ളമണ്ണിലേക്ക് കുത്തിയപ്പോൾ മുല്ലവള്ളിയുടെ മുകൾ ഭാഗം ഒന്ന് വിറച്ചുപോയി. ഓരോ കാലടിയും ഭൂമിയിൽ മുത്തമിട്ടു. കാലുകളോട് കിന്നാരം പറയുമ്പോൾ മുല്ലവള്ളി അവളെ കണ്ടിട്ടുണ്ടോണം ആടിക്കൊണ്ടിരുന്നു. തന്റെ പ്രണയസഖിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഓടി വന്ന് അണച്ചു പിടിക്കാൻ ആ വള്ളികൾ അവളെ ക്ഷണിക്കുന്നുവോ? പുതുമഴ നനയാൻ നിൽക്കുന്ന പ്രതീതിയിൽ പ്രകൃതി എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന പോലെ പുറത്തിറങ്ങിയ അവളുടെ കണ്ണുകൾ മുല്ലവള്ളിയിലുടുക്കി. ഗോതമ്പ് നിറത്തിൽ തിളങ്ങുന്ന കരങ്ങളുടെ സ്പർശമേറ്റ് ആ വള്ളി ആടി ഉലഞ്ഞ് നിശ്ചലമായി. പച്ചപ്പിനെ തഴുകി തലോടി വന്ന ഇളം തെന്നൽ ഗൗരിക്ക് മേൽ നൃത്തം ചെയ്ത് കടന്നുപോയി. ഓരോ തവണ ശ്വാസം വലിക്കുമ്പോഴും ആ വശ്യ സൗന്ദര്യം അവളിൽ ആയിന്നിറങ്ങിക്കൊണ്ടേയിരുന്നു. ഒറ്റ തണ്ടുമുല്ല, ഇത്ര ഗന്ധമോ? ഗൗരി ആരോടൊന്നില്ലാതെ പറഞ്ഞു.
ഇത് ഗന്ധർവ മുല്ലയാണ് ചേച്ചി. സ്ത്രീകളെ വശീകരിക്കാൻ വേഷന്മാരെ ഗന്ധർവനെ മുത്തശ്ശൻ മുല്ലയാവാൻ ശപിച്ചതാണെന്ന് ഉണ്ണിയേട്ടൻ പറയാറ്. അവൻ വള്ളിയിൽ നിന്ന് മുട്ടുകൾ പറിച്ച് കവറിൽ നിറച്ചുകൊണ്ടേയിരുന്നു. കന്നി നിറയുന്നു എന്നതല്ലാതെ വള്ളിയിൽ നിന്ന് ഒരെണ്ണം പോലും കുറയുന്നില്ലെന്ന് ഗൗരിക്ക് തോന്നിപ്പോയി. പരിമളം പരത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും മന്ദമാരുതൻ അവനെ തഴുകി തലോടിക്കൊണ്ടിരുന്നു. തണുത്ത കാറ്റും അതോടൊപ്പം സിരകളെ മത്ത് പിടിപ്പിക്കുന്ന മുല്ലപ്പൂവിന്റെ സൗന്ദര്യത്തിലും മതിമറന്ന് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി ശ്വാസം അടക്കി പിടിച്ച് ഗൗരി അല്പസമയം നിന്നു. കുഞ്ഞിട്ടൻ വിളിച്ചിട്ടും ഗൗരി അകത്തേക്ക് പോയില്ല. മുല്ലമുട്ടുകൾ അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ അവൻ അകത്തേക്ക് കയറി. ഗന്ധർവ മുല്ലയുടെ ചുവട്ടിൽ ഏകയായിക്കൊണ്ട് അവൾ നിന്നു. പെട്ടെന്ന് വീശിയ കാറ്റിൽ മുകളിലെ മുല്ലമുട്ടുകൾ അവൾക്ക് മേൽ മഞ്ഞുതുള്ളി കണക്കി വീണുകൊണ്ടിരുന്നു. സന്ധ്യയ്ക്ക് വന്നത് മുതൽ ഉണ്ണിയുമായി അവൻ കുറേ സമയം സംസാരിച്ചിരുന്നു. ഉണ്ണിയും ദേവും പഠിച്ചത് ഒരേ കോളേജിലായിരുന്നു. അവിടെ നിന്നുള്ള സൗഹൃദമാണ്. കോളേജ് കഴിഞ്ഞിട്ടും വർഷങ്ങളായി അവർ കണ്ടിരുന്നില്ല. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് ദേവ് തുടർ പഠനത്തിന് പോയി. ഉണ്ണി നാട്ടിലെ കാര്യങ്ങൾ മുഴുകി. ഉണ്ണിയുടെ ലോകം ഈ മന തന്നെയായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച ആയതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പലതും ഉണ്ടായിരുന്നു. അവരുടെ സംസാരത്തിനിടെ അച്ഛൻ ഉണ്ണിയെ വിളിച്ചു. പാലാക്കുറിശ്ശിലെ തെക്കിനിക്കോലായിൽ കാറ്റേറ്റിരിക്കുകയാണ് ദേവ്. അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ചിന്തകൾ പൂന്താനത്ത് തന്നെയായിരുന്നു. ഇന്ന് എനിക്ക് വേദനിച്ചിട്ടും എന്തുകൊണ്ടാണ് അല്ലി വരാതിരുന്നത്? വർഷങ്ങളായി തന്റെ സ്വപ്നത്തിലെ നായികയാണ് തന്റെ അല്ലി. ആ നീലക്കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം പറയാതെ പറഞ്ഞവൾ കണ്ണൊന്ന് നിറയുമ്പോൾ അരികിൽ വരും. ആ ഗന്ധം അത് മതിയാവും മനസ്സിലെ വേദന മായാൻ. നീ എൻ്റെ പ്രാണനാണെന്ന് പലകുറി പറഞ്ഞവൾ ഈയിടെ എൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. വിലപ്പെട്ടത് നഷ്ടപ്പെട്ടെന്ന തോന്നൽ ദിവസങ്ങളായി ഉറക്കം കിട്ടിയിട്ട് വിരഹ ദുഃഖം തന്നെയും പിടിമുറുക്കിയിരുന്നു. അല്ലിയെ കാണാതെ ഇനി ഒരു ദിനം പോലും ജീവിക്കാനാവില്ല. ഇനി അവൾക്ക് വല്ലതും സംഭവിച്ചു കാണുമോ? അതാണോ എന്നെ കാണാൻ വരാത്തത്? പെണ്ണെ, എവിടെയാണ് നീ? നിന്നെ കാണാതെ ദേവിനെ ജീവിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? തൻ്റെ പ്രണയിനെ അവന്തികയെ പറ്റി ഓർക്കുന്തോറും ദേവിൽ നിരാശ കുമിഞ്ഞുകൂടി. കൺകോണുകളിൽ നിന്നും നീർമുത്തുകൾ പൊഴിഞ്ഞു തുടങ്ങി. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പോക്കറ്റിൽ നിന്നും അവൻ സിഗരറ്റ് എടുത്ത് കത്തിച്ചു. നീറുന്ന ഓർമ്മകളിൽ നിന്നുമുള്ള ഏതാനും നിമിഷങ്ങളിലേക്കുള്ള ഒളിച്ചോട്ടം. സിഗരറ്റ് മുഴുവൻ കത്തിക്കഴിഞ്ഞിട്ടും അവന്തിയുടെ ഓർമ്മ മാത്രം അവനിൽ ബാക്കിയായി. അവസാനം സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞ് മനസ്സമാധാനമില്ലാതെ വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് താഴെ നിന്നും ആരുടെയോ സംസാരം ദേവ് കേട്ടത്. യാന്ത്രികമായി അങ്ങോട്ടേക്ക് നടക്കുമ്പോഴും ആരെന്ന് നോക്കണമെന്ന ഉദ്ദേശമൊന്നും ദേവിലുണ്ടായിരുന്നില്ല. താഴേക്ക് നോക്കിയ ദേവ് ഇരുട്ടിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് തിരിഞ്ഞു നടന്നു. അവന്റെ മനസ്സ് മരിച്ചു പോയിരിക്കുന്നു. വികാരമില്ലാത്ത ജീവിയെ പോലെ അവൻ അലക്ഷ്യമായി ഉലാത്തിക്കൊണ്ടിരുന്നു. അച്ഛൻ്റെയും പൂന്താനും തിരുമയുടെയും ഇടയിൽ നിന്നും ഉണ്ണി ഞെട്ടിവിറയ്ക്കുകയാണ്. അവന്തിക നാഗമാണോ? ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്ന നിമിഷം തൻ്റെ 2 സഹോദരിമാരുടെ മരണത്തിന് കാരണക്കാരിയായ നാഗത്തിൽ അനുരജ്ഞനായത് ദേവാണെന്ന നഗ്നസത്യം അറിഞ്ഞതു മുതൽ അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അതിൻ്റെ മൂർധാവ്യവസ്ഥയിൽ എത്തിയിരിക്കുന്നു. മകനെ വേണ്ടി പൂതാനം നമ്പൂതിരി അവനോട് ക്ഷമ ചോദിക്കാൻ കൈയുയർത്തിയതും ഉണ്ണി അയാളെ തടഞ്ഞു. വേണ്ട, ദേവിനോടല്ല എൻ്റെ പ്രതികാരം, അവളോടാണ്, ആ കരിനാഗത്തോട്. ദേവിൻ്റെ മനസ്സ് മാറിയത് അവന്തിക വന്ന ശേഷമാണ്. അവളാണ് അവൻ്റെ സ്വഭാവം മാറ്റിമറിച്ചത്. എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചത് അവളാണ്. അവനിലൂടെ എൻ്റെ ശക്തി തകർത്തെറിയുകയായിരുന്നു അവളുടെ ലക്ഷ്യം. ദേവിൻ്റെ അച്ഛൻ്റെ കണ്ണുകൾ രോക്ഷം കത്തിയിരിഞ്ഞു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവന്തികയോടും ദേവിനടങ്ങാത്ത പ്രണയമായിരുന്നു എന്ന് ഉണ്ണിക്കറിയാം. ഇക്കാര്യം പറഞ്ഞ് അവൻ ദേവിനെ കളിയാക്കുമായിരുന്നു. പക്ഷെ അവൾ നാഗമാണെന്നറിയുന്നത് ഇപ്പോഴാണ്. തിരുമേനി പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. കോളേജിൽ ചേർന്ന സമയം ദേവ് അച്ചടക്കമുള്ള ആളായിരുന്നു. പഠനത്തിലും മറ്റു കാര്യങ്ങളും അധ്യാപകർക്കും സഹപാഠികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ. കോളേജ് കുമാരികളുടെ ദേവേട്ടൻ. എന്ത് പ്രശ്നമുണ്ടായാലും സോൾവ് ചെയ്യുക അവന് മുൻകൈയെടുത്താണ്. മൊത്തത്തിൽ ഒരു നല്ല ഇമേജാണ് അവനുണ്ടായിരുന്നത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അവന് മാറി തുടങ്ങി. അടിപിടി കേസുകൾ അവന്റെ പേരിൽ വന്നു തുടങ്ങി. സമരത്തിനൊന്നും പോവാതെ തന്റെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ദേവ് ഒടുവിൽ കൊടിയും പിടിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നായകന് വിദ്യാർത്ഥികൾ വില്ലൻ വേഷം നൽകി. അന്നും ഞാനും ദേവും നല്ല കൂട്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ റാങ്കുള്ളത് കൊണ്ട് മാത്രം ദേവിനാരും പുറത്താക്കിയില്ല. അവന്തികയെ പറ്റി വാദോരോധ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളാരും അവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ മാത്രമല്ല, അവനും അവളെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അവളുടെ സാമീപ്യം മാത്രം അവന് കിട്ടിയിട്ടുണ്ടാവും. തിരുമേനി ഉണ്ണിയോടായി പറഞ്ഞു. ഇത്ര വർഷം പ്രണയിച്ചിട്ടും നേരിൽ കണ്ടിട്ടില്ലെന്നു ഉണ്ണിക്ക് അത്ഭുതമായി. ഇന്ന് കണ്ടപ്പോൾ അവന്തികയെ പറ്റി താൻ ചോദിക്കാനും മറന്നു. ദേവ് ഗൗരിയെ വേലി കഴിക്കാൻ തയ്യാറായാൽ മരണത്തിൽ നിന്നും തൽക്കാലം അവൾ രക്ഷപ്പെടും. തിരുമേനി അച്ഛനോട് അത് പറയുമ്പോൾ തൽക്കാലം എന്ന വാക്ക് മാത്രം ഉണ്ണിയുടെ മനസ്സിനെ കൊളുത്തി വലിച്ചു.
ദേവിൻ്റെ കയ്യിലെത്തിയാലോ അവൾ സുരക്ഷിതയല്ലെന്നാണോ അതിനർത്ഥം? പക്ഷെ ദേവ് അവന്തിക്ക് മറന്ന് ഗൗരിയെ പാതയൊക്കാമെന്ന വിശ്വാസം എനിക്കില്ല സൂര്യ. തിരുമേനിയുടെ വാക്കുകളിൽ നിസ്സഹായത പ്രകടമായി. എന്നേക്ക് 40-ാം നാൾ വരെ നമുക്ക് സമയമുണ്ട്. അതിനോടകം ദേവിൻ്റെ മനസ്സ് മാറി ഗൗരിയെ വേലി കഴിച്ചാൽ ഒരു ദുരന്തം നമുക്ക് കാണേണ്ടി വരില്ല. അല്ലാത്ത പക്ഷം ഗൗരിയുടെ മരണം 3 പേരുടെയും കണ്ണുകൾ ഒരുപോലെ കത്തിയിരിഞ്ഞു. മകൻ കാരണം ഇനിയൊരു ജീവിതം പുലയാതിരിക്കട്ടെ എന്ന പൂതാരം തിരുമേനി കൂടപ്പിറപ്പിന്റെ മകളെ പോലെ താൻ കരുതുന്ന ഗൗരിക്കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഉണ്ണിയുടെ അച്ഛനും മനമുരുകി പ്രാർത്ഥിച്ചു. ഉണ്ണിക്ക് ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പ്രതികാരം. ഗൗരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവിന്റെ കൈകൾ കൊണ്ടാവും അവന്തികയുടെ അന്ത്യം. നീ എന്ന ഭദ്രയിൽ ജീവിക്കുന്ന ദേവിനെ കൊണ്ട് നിന്റെ ജീവൻ ഞാൻ എടുപ്പിക്കും. അച്ഛൻ കൊടുത്ത രക്ഷയിലസുമായി ഗൗരിയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവൻ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. ദേവ് അവളെ സ്വീകരിച്ചില്ലെങ്കിലും മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന്. സഹോദരിമാരുടെ വിധി അവൾക്ക് സംഭവിക്കാൻ താൻ അനുവദിക്കില്ല. ഏച്ചി ഓടിവാ, ഉണ്ണിയേട്ടൻ വന്ന്. കുഞ്ഞുട്ടൻ അവളെ ഭയത്തോടെ വിളിച്ചു. ഗൗരിയേച്ചി കൊണ്ട് അന്തിക്ക് പുറത്തിറങ്ങരുതെന്ന് ഉണ്ണി അവനോട് നേരത്തെ പറഞ്ഞിരുന്നു. അത് കേൾക്കാതെയാണ് അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് പോയത്. മുല്ലപ്പൂ കൊണ്ടുവയ്ക്കാൻ പോയ അവൻ ഉണ്ണി ഗൗരിയെ തിരികെ വരുന്നത് കണ്ട് ഓടിയതാണ്. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് തന്നെ ഓടി. കുഞ്ഞുട്ടൻ്റെ ഭയത്തോടെയുള്ള വിളി കേട്ട് അവൾ പിന്തിരിഞ്ഞോടിയത് കാൽ വഴുതി നിലത്തേക്ക് കമിഴ്ന്നടിച്ച് വീഴാൻ പോയി. പക്ഷെ അതിനു മുന്നേ ആരോ അവളെ താങ്ങി നിർത്തിയിരുന്നു. ഒരു നിമിഷത്തെ കാളയിൽ കിതച്ചുകൊണ്ടവൾ തലയുയർത്തിയപ്പോഴാണ് തൻ്റെ അരക്കെട്ടിൽ പിടിച്ചിരിക്കുന്ന കൈ അവളുടെ കണ്ണുകളിൽ ഉടക്കിയത്. വെളുത്തു മെലിഞ്ഞ നീണ്ട കൈ, അതും പല നിറത്തിലുള്ള കുപ്പിവളകൾ ധരിച്ചത്. അമ്മയുടെ അല്ല, മീനാക്ഷി ചിറമയുടെയുമല്ല. കണ്ട് പരിചയം ഒട്ടുമില്ലതാനും. പിന്നെ ആരെ തന്നെ പിടിച്ചത്? ഇതാരുടെ കൈയാണ്? ധൈര്യം സംഭരിച്ചു കൊണ്ട് അവൾ പിറകിലേക്ക് ഞെട്ടിത്തിരിഞ്ഞു.